ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. നമുക്കും അങ്ങനൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് നമുക്കും അത് മനസ്സിലായില്ല. ഇന്ന് ഇവർക്കും ഇത് മനസ്സിലാകുന്നില്ല. ഹായ്! എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സച്ചുവിന്റെ സ്കൂളിൽ പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കിയാലോ എങ്ങനെയാണ് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതെന്ന്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ മനീഷും മിന്നുവും വരുന്നുണ്ട്. ഇതാണ് മനീഷ്. ഞങ്ങൾ സ്നേഹത്തോടെ മച്ചാൻ എന്ന് വിളിക്കും. മച്ചാന്റെ മകളാണ് മിന്നു. ഇതുകൂടാതെ വേറൊരു മലയാളി കൂടെ ഉണ്ട്. അവന്റെ പേരാണ് രാകേഷ്. ഞങ്ങൾ രാഘു എന്ന് വിളിക്കും അവനെ. ഞങ്ങൾ 3 പേരും റെയിൽവേയിൽ ഒരു ദിവസം ജോയിൻ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹബന്ധം ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. ഞങ്ങൾ 3 പേരും താമസിക്കുന്നത് ഒരേ കോംപ്ലക്സിലാണ്. രാകേഷിന്റെ മക്കൾ പഠിക്കുന്നത് വേറൊരു സ്കൂളിലാണ്. എന്നിരുന്നാലും ഇവരെല്ലാവരും ഏകദേശം സമപ്രായക്കാരാണ്. അതുകൊണ്ട് ഒരുമിച്ച് കളിച്ചു വളരുന്നതുകൊണ്ട് അവർക്ക് മലയാളം സംസാരിക്കാനും വലിയ ബുദ്ധിമുട്ടുമില്ല. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇവിടെയാണ് സച്ചുവും മിന്നുവും പഠിക്കുന്നത്. ഈ സ്കൂൾ ശരിക്കും ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ അണ്ടറിലുള്ളതാണ്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൂടുതലും മലയാളി കന്യാസ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും അവർക്കുണ്ട്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ തന്നെ നമ്മളെ വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്യും. അവർ മലയാളി കന്യാസ്ത്രീകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഠിത്തത്തിനും കാര്യത്തിനും ഒക്കെ പ്രത്യേക ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇനിയും 2 പേരും 4ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. പിന്നെ കൽക്കട്ടയിലെ സ്കൂളുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമ്മൾ റീ അഡ്മിഷൻ എടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സമ്പ്രദായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം 20,000 രൂപയാണ് ഓരോ വർഷവും റീ അഡ്മിഷൻ എടുക്കുന്നത്. അത് ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കും. ഏകദേശം 1,00,000 രൂപയ്ക്ക് അടുത്ത് വേണം സച്ചുവിൻ്റെ സ്കൂളിന് ഒരു വർഷം തന്നെ. ഞാൻ സച്ചുവിനോട് ഇടയ്ക്ക് തമാശയ്ക്കൊക്കെ പറയും, എടാ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ എനിക്ക് 3.5 വർഷം 1,00,000 രൂപയായിട്ടില്ല. അന്നേരം അവൻ പറയുന്ന മറുപടിയാണ്, അച്ഛാ അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ വന്ന് പുസ്തകം വാങ്ങിച്ചു. പുസ്തകത്തിന് ഏകദേശം 8,000 രൂപയ്ക്കടുത്തായി. അതായത് ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ പുസ്തകത്തിന് 8,000 രൂപയ്ക്കടുത്ത്. എന്താ അല്ലേ? നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ വിലയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമാണ് ഈ പുസ്തകമൊക്കെ വാങ്ങിച്ച് പഠിക്കാനായിട്ട്. അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ തുടക്കത്തിലേ ഉള്ളൊരു സന്തോഷമാണ്. ഇത് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങുമ്പോഴുള്ള ഇവരുടെ അഭ്യാസങ്ങളൊക്കെ ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. ഈ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ തല കറങ്ങുന്നു. പിന്നെ അവരുടെ കാര്യം പറയണ്ടായല്ലോ. ദൈവം തമ്പുരാന് മാത്രം അറിയാം ഇവരിതൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ടൊരു 7ലും 8ലും ഒക്കെ പഠിച്ച അത്രയും കാര്യങ്ങൾ ഇവർക്ക് ഇപ്പം പഠിക്കാനുണ്ടെന്ന്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പഠിച്ചെടുക്കുമായിരിക്കും അല്ലേ? രശ്മി കാര്യമായിട്ടുള്ള ചെക്കിംഗ് ആണ്. ശരിക്കും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയണമെന്ന്. പിന്നീട് നമ്മൾ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സച്ചുവും മിന്നുവും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഹിന്ദിയാണ്. ഇത് കൂടാതെ ഒരു ഓപ്ഷൻ ഉള്ളത് ബംഗാളിയാണ്. അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമുക്ക് ഹിന്ദിയാണ് ഇച്ചിരി കൂടെ ഈസി ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഹിന്ദിയാണ് എടുത്തത്. മിന്നു എന്നോട് പറയുമായിരുന്നു, ദീപു മാമ ഇതെങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ പഠിച്ചു തീർക്കുമെന്ന്. പിന്നെ സച്ചുവിന് ഒരു ടെൻഷനും ഇല്ല. അവൻ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നുകൊണ്ടുള്ളൊരു ഭാവമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ പഠിത്തം തുടങ്ങിയത്. അപ്പം അവർക്ക് പുസ്തകങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്തുള്ളത്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമല്ലായിരുന്നു. പുതിയ ബാഗ്, പുതിയ പുസ്തകങ്ങൾ, പുതിയ യൂണിഫോം. ഇവർക്കും ആ ഒരു സെയിം ഫീലിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരവരുടെ പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. നമുക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് നമുക്കും അത് മനസ്സിലായില്ല. ഇന്ന് ഇവർക്കും ഇത് മനസ്സിലാകുന്നില്ല. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഞങ്ങൾ വിട പറയുന്നു. ബൈ.